ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു പാക്ക് അല്ലെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഭയങ്കര ഈസിയാണ് കേട്ടോ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മുടെയൊക്കെ നോർമലി വീട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന പ്രൊഡക്ട്സ് തന്നെയാണ്, അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് എന്ത് ബെനിഫിറ്റ് ആണ് നൽകുന്നതെന്ന് നോക്കുകയാണെങ്കിൽ ആദ്യമേ തന്നെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു സ്കിന്ന് പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസും വൈറ്റ് ഹെഡ്സും ഡാർക്ക് ആയിട്ടുള്ള അതല്ലെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഒട്ടുമിക്ക ആൾക്കാരുടെയും ഒരു മെയിൻ പ്രോബ്ലമാണ്. അതൊക്കെ നല്ല രീതിക്ക് റിമൂവ് ചെയ്യാനും പിന്നെ എക്സസ് ആയിട്ടുള്ള ഓയിൽ, നോർമലി നമ്മുടെ പോഴ്സ് ഭയങ്കരമായിട്ട് ക്ലോഗ്ഡ് ആകുമ്പോഴാണല്ലോ പിമ്പിൾസും ആക്നീസ് ഒക്കെ ഉണ്ടാവുന്നത്. സോ ആക്നീസ് ഒക്കെ പോയി കഴിയുമ്പം നമുക്ക് ഒരു കാര്യം നമ്മുടെ ഫേസിൽ എന്താ പറയുക ഭയങ്കര ഡാർക്കായിട്ടൊക്കെ ആ ഒരു സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഫെയ്ഡ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണ്. അപ്പോൾ ഈ ഒരു പാക്കിലെ ഇൻഗ്രീഡിയൻസിന് മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഒട്ടും തന്നെ ഡ്രൈ ആക്കില്ല കേട്ടോ. നന്നായിട്ട് സ്കിന്ന് മോയ്സ്ചറൈസ്ഡ് ആക്കി നിർത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഡാർക്ക് സ്പോട്ട് പിന്നെ പിഗ്മെൻറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ തരാനും എക്സാക്ട്ലി പറയുകയാണെങ്കിൽ നമ്മുടെ മുഖമൊക്കെ ഒന്ന് പെട്ടെന്ന് തിളങ്ങാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. ആർക്കും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇന്ന സ്കിൻ ടൈപ്പിനൊന്നും ഇല്ല, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ്. നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു മെയിൻ പ്രോബ്ലമാണ് ടാൻ. അതായത് ടാൻ ഉണ്ടാകാൻ നമുക്കറിയാമല്ലോ, ജസ്റ്റ് ഒന്ന് വെളിയിൽ പോയിട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ ഫേസൊക്കെ ആകെ ഡള്ളായിട്ട് കറുത്തിരുണ്ട് കരുവാളിച്ചൊക്കെ ഇരിക്കും അല്ലേ. അപ്പോൾ ടാനിങ് നന്നായിട്ട് പ്രിവെൻറ്റ് ചെയ്യാനും റെഡ്യൂസ് ചെയ്യാനൊക്കെ നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ റിസൾട്ട് കിട്ടും. പിന്നെ നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള ഒരു ഡാർക്ക്നെസ്, അണ്ടർ ഐ ഡാർക്ക്നെസ്സും പഫിനെസ് ഒക്കെ മാറ്റുന്നതാണ്. ശരിക്കും നല്ലൊരു യൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ഗ്ലോ ആണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ ഫൈൻ ലൈൻസും റിങ്കിൾസും ബ്ലെമിഷേഴ്സിൻ്റെ ഒക്കെ കാര്യം ഞാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ നമുക്ക് കിട്ടുന്ന അടുത്തൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഏജിങ് പ്രോസസ്സ്, അതായത് നമ്മുടെ എന്താ പറയുക പ്രീമച്വർ ഏജിങ് ഒക്കെ നല്ല രീതിക്കൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു പാക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഫൈൻ ലൈൻസും റിങ്കിൾസൊക്കെ വരുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഉള്ളതിനെക്കാട്ടിലും കൂടുതൽ ഏജ് നമ്മളെ ഫീൽ ചെയ്യും. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ്. ഞാൻ പറഞ്ഞു ഒരുപാട് കാർഡ് കയറി പോകുന്നില്ല. അപ്പോൾ നമ്മുടെ പാക്ക് ഉണ്ടാക്കുന്ന പ്രോസസ്സിലേക്ക് നമുക്ക് പോകാം. ജസ്റ്റ് ചെറിയൊരു പാക്ക്, ഈ ഒരു കോഫി പൗഡറാണ് നമുക്ക് വേണ്ടത്. വേണമെങ്കിൽ നമ്മൾ വീട്ടിൽ ഉള്ള കോഫി എടുക്കാം, അല്ലെങ്കിൽ ഇതേപോലത്തെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പാക്ക് വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ബ്രൂവിൻ്റെ കോഫി പൗഡറാണ് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും ഒരു സ്ക്രബായിട്ടും കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ശരിക്കും സ്ക്രബ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, നമ്മുടെ സ്കിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സ്ക്രബിൻ്റെ ദൗത്യം. അപ്പോൾ അങ്ങനെ നമുക്ക് എക്സ്ഫോളിയേഷൻ കിട്ടുന്ന വഴി ഹെൽപ്പ് ആവുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ശരിക്കും പറയുകയാണെങ്കിൽ എന്താ പറയുക നമ്മുടെ സ്കിന്നിൽ വേണ്ടാത്ത, അതായത് ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ആവും, നമ്മുടെ സ്കിന്നിൽ നിന്ന് പോയി കിട്ടും. പിന്നെ നല്ലൊരു ഗ്ലോ ഒക്കെ നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. പൊട്ടിച്ചെടുത്തപ്പോഴേ നല്ല അമേസിങ് ആയിട്ടുള്ളൊരു സ്മെല്ല്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓക്കെ, ഞാനിവിടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഓവറായിട്ട് ഞാൻ എടുക്കുന്നില്ല കേട്ടോ. ഫേസിന് വേണ്ടത് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത്രയും ക്വാണ്ടിറ്റിയാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് സെക്യൂറാക്കി വെക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിക്കും. ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മുടെ ഹീറോ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ തേനാണ് കേട്ടോ. ഞാൻ തേൻ ഇതേപോലെ ഒരു കണ്ടെയ്നറിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ലിപ്സിലൊക്കെ ഇപ്പോൾ തേൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഓൾറെഡി എന്താ പറയുക, എത്ര ലിപ്സിൽ നമ്മുടെ ലിപ്സ്റ്റിക്ക് ഇടരുതെന്ന് പറഞ്ഞാലും എനിക്കെന്താണെന്നറിയില്ല കേട്ടോ, ലിപ്സ്റ്റിക്ക് ഇടാതിരിക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് മാത്രമേ ലിപ്സ്റ്റിക്ക് ഇടുള്ളൂ. അത് കഴിഞ്ഞാൽ ഉടനെ ഞാൻ റിമൂവ് ആക്കി കളയും. പക്ഷേ ലിപ്സ്റ്റിക്ക് ഇല്ലാണ്ട് നമ്മുടെ ഫേസ് നോക്കുമ്പോഴേ വീഡിയോ എടുക്കുന്ന സമയത്ത് ആകെപ്പാടെ ഒരു ഡൾനെസ് പോലെ ഫീൽ ചെയ്യും. അതുകൊണ്ടിട്ടാണ് ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുന്നത്. ഓക്കെ, നമ്മുടെ തേൻ എടുത്തു കേട്ടോ. അപ്പോൾ തേനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ കൊണ്ടിട്ട് റിച്ച് ആണ്. തേന് നമ്മുടെ ഏജിങ് പ്രോസസ്സൊക്കെ നല്ല രീതിക്ക് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് അടുത്തായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഏജിങ് പ്രോസസ്സൊക്കെ സ്ലോ ഡൗൺ ചെയ്യുന്നുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ റെഡ്യൂസ് ചെയ്യും. പിന്നെ നല്ലൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് ഒക്കെ കൊണ്ടുവരും. പിന്നെ നല്ലൊരു മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഒട്ടും തന്നെ ഡ്രൈ ആക്കില്ല കേട്ടോ. അപ്പോൾ തേൻ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോഫി പൗഡർ നമ്മൾ എടുത്തിട്ട് തേനും കൂടെ അപ്ലൈ ചെയ്യുമ്പം
അത്യാവശ്യം നമുക്ക് പാക്കായിട്ട് ഇടാൻ പറ്റുന്ന രീതിക്ക് ആ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കണം. അതുകൊണ്ടിട്ടാണ് തേനിങ്ങനെ ഞാൻ ഡ്രോപ്പ് വൈസ് ആയിട്ട് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നന്നായിട്ട് മിക്സിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാനെടുത്ത തേനിൻ്റെ ക്വാണ്ടിറ്റി മതിയായില്ല, കുറച്ചുകൂടെ എടുക്കണം. വീക്കിൽ ഒരു 3 പ്രാവശ്യമൊക്കെ ചെയ്ത് കൊടുത്താലേ നല്ല രീതിക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ തേനിന് പകരം പാല് യൂസ് ചെയ്താലും മതി. ഓക്കെ, കുറച്ച് തേനും കൂടെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കുമ്പം ചെറിയ തോതിൽ കട്ട പിടിച്ച ഫോമിലാണ്. പക്ഷെ അത് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ആ കട്ട ഫോം മാറ്റി പേസ്റ്റ് രൂപേണ ആക്കണം. അപ്പം നമ്മൾ വീണ്ടും വീണ്ടും തേൻ ഒഴിച്ച് കൊടുക്കണം എന്ന് അതിൻ്റെ അർത്ഥം. ചിലപ്പോൾ ഞാൻ ഇതേപോലെ എന്തെങ്കിലും പാക്ക് എടുക്കുമ്പോഴേ ഇങ്ങനെ ഡ്രോപ്പ് വൈസ് ഇട്ട് കൊടുക്കുന്നത് വേറെ ഒന്നും കൊണ്ടിട്ടല്ല കേട്ടോ. മേ ബി ചിലപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് മിക്കപ്പോഴും പറ്റുന്നൊരു അബദ്ധമാണ്. ഒന്നല്ലെങ്കിൽ കൂടിപ്പോകും. വീണ്ടും എന്നിട്ട് കോഫി പൗഡർ അല്ലെങ്കിൽ റൈസ് ഫ്ലോറൊക്കെ ചില മാസ്ക് ഒക്കെ ചെയ്യുമ്പോൾ വീണ്ടും അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരും. അതായത് പ്രൊഡക്റ്റ് കൂടിപ്പോവും, വെള്ളമൊക്കെ ഒഴിക്കുന്നത് കൂടിപ്പോയിട്ട് വീണ്ടും നമ്മുടെ അരിപ്പൊടിയൊക്കെ കുറച്ച് കൂട്ടിയെടുക്കേണ്ടതൊക്കെ അവസ്ഥ വരും. അപ്പോൾ ആ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര നോക്കി ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു നടക്കൊന്നും ശരിയാവുന്ന ലക്ഷണം ഇല്ലാത്ത പോലെ കാണിക്കുന്നു. ഓക്കെ, ഏറെക്കുറെ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ല. ഈ ഒരു കൺസിസ്റ്റൻസി. ഇനി നമ്മൾ നമ്മുടെ ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ, തേനും അതോടൊപ്പം തന്നെ നമ്മുടെ കോഫി പൗഡർ. ഓക്കെ, ഏറ്റവും ഉചിതമായ മാർഗം ഞാനിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ കണ്ണിൻ്റെ അടിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തോട്ടോ. എത്ര നേരം വെക്കണം എന്ന് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് 15 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് വാഷ് ഓഫ് ചെയ്ത് കളയാം. അങ്ങനെ ഞാൻ ഫേസ് ഓവറോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ പാക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം കെയർഫുൾ ആയിരിക്കണം. ഒരു കാരണവശാലും നിങ്ങൾ സംസാരിക്കാൻ പാടില്ല കേട്ടോ. അതൊന്ന് കെയർ ചെയ്യുക. ഓക്കെ, അങ്ങനെ 15 മിനിറ്റിന് ശേഷം ഞാൻ എൻ്റെ ഫേസ് വാഷ് ഓഫ് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ലൊരു എന്താ പറയുക, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലോ, പറഞ്ഞ പോലെ തന്നെ ഫേസിന് നല്ല തിളക്കം കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ തൊട്ട് നോക്കുമ്പോൾ ഭയങ്കര ഒരു സോഫ്റ്റ്നെസ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു ബ്രൈറ്റനിങ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്കിൻ ഒട്ടും തന്നെ ഡ്രൈ ആക്കുന്നില്ല. ആ ഒരു മോയ്സ്ചറൈസേഷൻ കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഡെയിലി അല്ലെങ്കിൽ ഒരു 3-4 പ്രാവശ്യമൊക്കെ അപ്ലൈ ചെയ്താലേ ഉള്ളൂ നമുക്ക് എന്താ പറയുക, ഈ ഒരു ഡാർക്ക് ആയിട്ടുള്ള സ്പോട്ടും കാര്യങ്ങളൊക്കെ ഒറ്റ തവണ യൂസ് ചെയ്താൽ എന്താ പറയുക, റിമൂവ് ആയി കിട്ടുകയല്ല. ആ ഒരു ഗ്ലോ ഒക്കെ നമുക്ക് അറിയാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് ഒരു പ്രാവശ്യമൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ വിസിബിൾ ആവുന്നത്. അപ്പോൾ ഈ ഒരു പാക്ക് നല്ലതാണ് കേട്ടോ. ജസ്റ്റ് നമ്മൾ കാപ്പിപ്പൊടിയും പിന്നെ തേനുമാണ്. ഫേസ് ഒന്ന് ഭയങ്കരമായിട്ടൊന്ന് ക്ലീൻ ആൻഡ് ക്ലിയർ ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അമേസിങ് ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഷുവറായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ സ്കിന്നൊന്ന് കാം ആക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നല്ലൊരു സൂത്തനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.